ആടെ മക്കളെ നമ്മൾ ഒരു ലാസ്റ്റ് സെക്ഷൻ ഓഫ് 2-dimensional മോഷനിലേക്ക് കിടക്കുകയാണ്. 2-dimensional മോഷൻ എന്ന് പറഞ്ഞ ഒരു പാഠത്തിലെ അവസാന ഭാഗം സർക്കുലർ മോഷൻ എന്നാണ് പറയുക. എന്താണ് സർക്കുലർ മോഷൻ? പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ട് അല്ലേ? സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ എന്താ? സർക്കിൾ, വട്ടം, വൃത്തം, മോഷൻ, വൃത്തത്തിൽ മൂവ് ചെയ്യുക. അപ്പം അത് എഴുതിക്കോളൂ. സർക്കുലർ മോഷൻ്റെ ചുവട്ടിൽ if a body is moving along the circumference of a circle, circumference എന്ന് വെച്ചാൽ ചുറ്റളവ് എന്നർത്ഥം. If the body is moving along the circumference of a circle, such motion is known as circular motion. Okay? എന്ന് വെച്ചാൽ എന്താ? വട്ടത്തിൽ സഞ്ചരിക്കുക. സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിൽ മൂവ് ചെയ്യുക, വട്ടത്തിൽ സഞ്ചരിക്കുക. ഒരു വൃത്തത്തിന് ഒരു റേഡിയസ് ഉണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി റേഡിയസ് ഉണ്ടാവും. ഇനി നമുക്ക് ചില ടേമുകൾ പഠിക്കാം അവിടെ. ഫസ്റ്റ് വൺ ഈസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ കറങ്ങുന്ന ബോഡി, ഇവിടെയുള്ള ഒരു വസ്തു കറങ്ങുന്നത് ഇവിടുന്ന് അത് ഇവിടേക്ക് കറങ്ങിയെത്തി. അപ്പൊ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ, ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ്. സ്വെപ്റ്റ് എന്ന് വെച്ചാൽ സ്വീപ്പ് ചെയ്യുക. സ്വീപ്പിന്റെ പാസ്റ്റ് ആണ്. സ്വീപ്പ് വെച്ചാൽ അടിച്ചെടുക്കുക. അതുപോലെ സ്വെപ്റ്റ്, റേഡിയസ് വെക്ടർ അടിച്ചെടുക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ സ്മോൾ ആംഗിൾസ്, വളരെ ചെറിയ ആംഗിളിന്. അപ്പോൾ ഇത് വെച്ചോളൂ, എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? ഇറ്റ് ഈസ് ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ്. ഫോർ സ്മോൾ ആംഗിൾസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. For small angles, angular displacement is a vector quantity. അപ്പോൾ വെക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് പറയേണ്ടി വരും? ഡയറക്ഷൻ പറയേണ്ടി വരും. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആൻ ആക്സിയൽ വെക്ടർ. എഴുതി വെച്ചു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആൻ ആക്സിയൽ വെക്ടർ. ആക്സിയൽ വെക്ടർ. എന്താ ആക്സിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ? ആക്സിസിൽ ആക്ട് ചെയ്യുന്ന വെക്ടർ, അത്രയേ ഉള്ളൂ. ആക്സിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന വെക്ടർ. ആക്സിസിൽ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ ആക്സിസ്? ഇതല്ലേ സർക്കിളിന്റെ ആക്സിസ്? ഇങ്ങനെ. അപ്പോൾ ഉള്ളിലേക്കോ ഇങ്ങനെ ഈ ലൈൻ അല്ലേ? ഇതാണ് സർക്കിളെങ്കിൽ ഇതാണ് സർക്കിളെങ്കിൽ ഇതാണ് ആക്സിസ്. ഇതാണ് സർക്കിളെങ്കിൽ ഇതാണ് ആക്സിസ്. റൈറ്റ്? അപ്പോൾ ആക്സിസിലൂടെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആക്ട് ചെയ്യുക. അപ്പോൾ ആക്സിസിലൂടെ എങ്ങോട്ട്? ഉള്ളോട്ടും ആവാം, പുറത്തോട്ടും ആവാം. ഓക്കെ? എഴുതി വെച്ചോളൂ. The direction of the angular displacement can be found using a right hand rule. For this, curl, C-U-R-L, curl the fingers of right hand along the direction of circular motion. Then the thumb will give the direction of axial vector or angular displacement. Then the thumb will give the direction of angular displacement. എന്ന് വെച്ചാൽ ഈ ആക്സിസിലൂടെ എങ്ങോട്ടേക്കാണ്? ആക്സിസിലൂടെ ഇങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണോ എന്നറിയണം. അതിന് കറങ്ങുന്ന ഡയറക്ഷൻ, ഇത് വലത്തെ കൈയാണ് കേട്ടോ. വലത്തെ കൈ. ഇത് ഞാൻ ഫ്ലിപ്പ് ചെയ്യും. വീഡിയോ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് വലത്ത് മാറി ഇടത്താവും. ഓക്കെ? നിങ്ങളത് കണക്കാക്കണ്ട. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ വലത്തെ കൈ ഉപയോഗിച്ച് ട്രൈ ചെയ്യണം. മറക്കരുത്. കറങ്ങുന്ന ഡയറക്ഷനിലേക്ക് വിരൽ തിരിക്കുമ്പോൾ തമ്പിപ്പോൾ എൻ്റെ അടുത്തേക്കാണ്. അതായത് ഇങ്ങനെ കറങ്ങുമ്പോൾ എൻ്റെ അടുത്തേക്കാണ് എന്ന് വെച്ചാൽ ആക്സിസിലൂടെ ടുവേർഡ്സ് മീ. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതണേ. യൂണിറ്റ് ഈക്വൽ ടു റേഡിയൻ.
ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. അത് സപ്ലിമെന്ററി യൂണിറ്റ് ആണ്. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗുലാർ വെലോസിറ്റി. വെലോസിറ്റി എന്ന വാക്ക് നമുക്ക് വളരെ പരിചയമുള്ള വാക്ക് അല്ലേ? എന്താ വെലോസിറ്റി? വെലോസിറ്റി എന്താ? റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ റേറ്റ് ഓഫ് എന്ത് ഡിസ്പ്ലേസ്മെന്റ്? കറക്റ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എഴുതി വെച്ചോളൂ, റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് angular velocity. Let delta theta is angular displacement in time delta t, then angular velocity ഒമേഗ എന്താണ്? ഒമേഗ ഡബ്ല്യു ഇങ്ങനെ കുറച്ച് വൃത്തിയിൽ എഴുതണം, വട്ടത്തിൽ എഴുതണം, എന്നൊക്കെ എഴുതും പോലെ എഴുതണം. ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി അല്ലേ? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് എങ്ങനെ കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എങ്ങനെ എഴുതും? ഒമേഗ ഇൻസ്റ്റന്റ് ഈക്വൽ, നമ്മൾ പഠിച്ചിരുന്നു ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഓർമ്മയുണ്ടോ മക്കളെ? ഇതല്ലേ നമ്മൾ ഡി തീറ്റ ബൈ ഡി ടി എന്ന് വിളിച്ചേ? അപ്പൊ ആംഗിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടി? ആംഗിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആംഗുലാർ വെലോസിറ്റി കിട്ടി. അപ്പൊ ആംഗിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആംഗുലാർ വെലോസിറ്റി കിട്ടി. ഇസ് ഇറ്റ് ഓക്കെ? ഇനി എന്താ വേണ്ടേ? ആംഗുലാർ വെലോസിറ്റി നമ്മളിപ്പോൾ പറഞ്ഞു, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ആംഗുലാർ വെലോസിറ്റിന്റെ യൂണിറ്റ് ഓഫ് ഒമേഗ? ഈക്വൽ ടു ഡെൽറ്റ തീറ്റ റേഡിയൻ ബൈ സെക്കൻഡ്. സോ റേഡിയൻ ബൈ സെക്കൻഡ് അതാണ് ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ്. ആംഗുലാർ വെലോസിറ്റി ഈസ് അഗെയിൻ an axial vector. അത് എഴുതി വെച്ചോളൂ, ആംഗുലാർ വെലോസിറ്റി ഓൾസോ ഈസ് an axial vector and its direction is same as the direction of angular displacement. ആക്സിയൽ വെക്ടർ ആണ്, അതിന്റെ ഡയറക്ഷൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷൻ ആണ്, same as the direction of angular displacement. ഓക്കെ? ഇനി നമുക്ക് ചില ടേമുകൾ വീണ്ടും പഠിക്കാം. ഒന്ന്, പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ. പീരീഡ്, ടൈം പീരീഡ് എന്ന് പറയാൻ കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ഏറ്റവും നല്ല വാക്ക് ടൈം പീരീഡ് എന്നാണ്. പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ ഓർ ടൈം പീരീഡ്. എന്താ അത്? ഒരു പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈമിന്റെ പേരാണ് പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ. അപ്പോൾ ഇത് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സർക്കുലർ മോഷൻ ഈസ് നോൺ ആസ് പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ. ഓക്കെ? and it's represented by the symbol, അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ, it is represented by the symbol capital T. And its unit of t equal to second. So simple, because it is the time taken to complete one circular motion. ഒരു പ്രാവശ്യം കറങ്ങി തീരാൻ എടുക്കുന്ന സമയമാണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. അടുത്താണ് അധികം ശ്രദ്ധിക്കാത്ത ഒരു വാക്കാണ് ഫ്രീക്വൻസി. 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആവൃത്തി എന്നൊക്കെയാന്ന് തോന്നുന്നു മലയാളം. ഫ്രീക്വൻസി, ആവൃത്തി, എത്ര പ്രാവശ്യം ആവർത്തിച്ചു അല്ലേ? ആവർത്തിക്കുക എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോളൂ, ഫ്രീക്വൻസി നമ്പർ ഓഫ് സർക്കുലേഷൻസ് റിപ്പീറ്റഡ് പെർ യൂണിറ്റ് ടൈം.
നമ്പർ ഓഫ് സർക്കുലേഷൻസ് റിപ്പീറ്റഡ് പെർ യൂണിറ്റ് ടൈം. അതാണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ 1 സെക്കൻഡ് ആകാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ 1 അവർ ആകാം, എന്തും ആവാം. അപ്പോൾ ഇവന്റെ യൂണിറ്റ് എങ്ങനെ വെച്ചാൽ റൊട്ടേഷൻ പെർ സെക്കൻഡ്, RPS. എന്താണ്? റൊട്ടേഷൻ പെർ സെക്കൻഡ്. അതിന്റെ മറ്റൊരു പേരാണ് ഹെർട്സ്. എന്താണ്? ഹെർട്സ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങി? റൊട്ടേഷൻ പെർ സെക്കൻഡ് ഓർ ഹെർട്സ്. ഇതാണ് ഇവന്റെ SI യൂണിറ്റ് ഫ്രീക്വൻസിയുടെ. പിന്നെ റൊട്ടേഷൻ പെർ മിനിറ്റ് പറയും, RPM. ഇത് വണ്ടീൻ്റെയൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ? കാറിൻ്റെയൊക്കെ പരസ്യത്തിലുണ്ടോ? RPM ഇത്രയാണ് എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ അവരുടെ ചക്രം എഞ്ചിൻ്റെ പവർ കാണിക്കണം. 1 മിനിറ്റിൽ 1 മിനിറ്റ് സമയം കൊണ്ട് ആ ചക്രം ഇത്ര പ്രാവശ്യം കറങ്ങുമെന്നാണ് അതിൻ്റെ അർത്ഥം. RPM റൊട്ടേഷൻസ് പെർ മിനിറ്റ്. RPH റൊട്ടേഷൻ പെർ അവർ. RPM RPS ആണ് കാര്യമായിട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ 1600 RPM ആണെന്ന് വിചാരിക്കുക. 1600 RPM എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 മിനിറ്റിൽ 1200 തവണ കറങ്ങും. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര കറങ്ങും? 1200 ഡിവൈഡഡ് ബൈ 60 അല്ലേ? കാര്യം 1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇതെത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 RPS. അപ്പോൾ RPM-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കാര്യം 1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്, RPM-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് RPS കിട്ടും. നമ്പർ ഓഫ് സർക്കുലേഷൻസ് പെർ യൂണിറ്റ് ടൈം. അതാണ് ഫ്രീക്വൻസി. റൊട്ടേഷൻ പെർ സെക്കൻഡും ഫ്രീക്വൻസിയാണ്, റൊട്ടേഷൻ പെർ മിനിറ്റും ഫ്രീക്വൻസിയാണ്, റൊട്ടേഷൻ പെർ അവർ ഫ്രീക്വൻസിയാണ്. അത് ഇഷ്ടമുള്ളതുപോലെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വേണ്ടതെന്നാണ് അതിനനുസരിച്ച് പറയാം. ഇനി ഈ സർക്കുലർ മോഷനിൽ വേറൊരു ടേം ഉണ്ട്. വി കോൾ ഇറ്റ് ആസ് ടാൻജൻഷ്യൽ വെലോസിറ്റി. എന്താണ്? ടാൻജൻഷ്യൽ വെലോസിറ്റി. അതെന്താ സംഭവം ടാൻജൻഷ്യൽ? ഇത് നമ്മളൊരു ചെറിയ ക്ലാസ് പറഞ്ഞതാ. നിങ്ങളൊരു കയറിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടുക, കല്ല് കെട്ടിയിട്ട് കറക്കുക, കറക്കിയിട്ട് എപ്പോഴെങ്കിലും വിട്ടാൽ എന്താ സംഭവിക്കുക? നേരെ പോവും അല്ലേ? അതായത് ഇതിപ്പോൾ കല്ല് കെട്ടി കറങ്ങുന്ന, കല്ലിനെ കയറുമേ കെട്ടിയ കയറിൽ കല്ല് കെട്ടി കറക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. എവിടെയൊക്കെയാണ് പലപ്പോഴായി കല്ലുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. യു ഗോട്ട് ഇറ്റ്? ഇവിടെ കല്ലിന് ഇങ്ങോട്ടാണ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇവിടുന്ന് കയറ് പൊട്ടിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോയേനെ. ഇവിടെ കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ടാൻജൻഷ്യൽ ആയിട്ടാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അതാണ് ടാൻജൻഷ്യൽ വെലോസിറ്റി. ഇതാണ് ടാൻജൻഷ്യൽ വെലോസിറ്റി. സോ ഡ്യൂറിങ് എ സർക്കുലർ മോഷൻ, the circulating particle has a velocity which is along the tangential direction of the circle. It is known as tangential velocity. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് എന്ത്? ടാൻജൻഷ്യൽ. റേഡിയസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ് ടാൻജൻഷ്യൽ. അപ്പോൾ ഇത്രയും ടേമുകളാണ് നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ടേമുകൾ. ഇനി ഈ ടേമുകളെ വെച്ചുള്ള കളികളാണ്, പല പല ഇക്വേഷൻസിൻ്റെ ഡെറിവേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയും ടേമുകൾ അസലായിട്ട് പഠിച്ച് എഴുതി വെച്ച് പഠിച്ച് ക്ലിയറായി നിൽക്കണം. പിന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നമ്മളതിൻ്റെ ഡെറിവേഷൻസിലേക്ക് എത്താൻ പോകണം. ഓക്കെ, ഷാർലേ? മിടുക്കന്മാരായിരിക്കുക, മിടുക്കന്മാരാവണം, വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം, പഠിച്ചെടുക്കുന്നുള്ള വാശി ഉണ്ടാവണം, മിടുക്കന്മാരാവണം. കറക്റ്റ് ഏജിൽ, കൃത്യമായ സമയമാണ് നിങ്ങളുടെ. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാന്തരം പ്രായമാണ്. ഇപ്പം നിങ്ങളെ പ്ലാൻ ചെയ്താൽ നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പ്ലാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഷാറ്റർഡായി പോകും. നല്ല പ്ലാനിങ് ഉണ്ടാവണം. ലൈഫിൽ ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്, സ്വയം മനസ്സിലാക്കണം.
നമ്മൾ നമ്മുടെ പാഷന് വേണ്ടി ജീവിക്കണം. മിടുക്കന്മാരായിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.